കമാലാ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും സിമ്പിളായിട്ട് പരിപാടി ഇതാണ്. ഇടയ്ക്ക് പതിയെ 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 വൈറ്റ് മലാണ് കേട്ടോ നമുക്ക് അടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞൻ ഫ്രോഗിൽ കുഞ്ഞൻ വരാൻ. അപ്പോൾ ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഈ 2 നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇതിൻ്റെ ഫ്രോഗുമലാണ്. ഏരിയകളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും വേറെ വൈബ് പ്ലേസാണ് കേട്ടോ. ഈ മീനൊക്കെ തന്നെ പിരാന്താവും. ഇതാണ് അറിഞ്ഞും പുറഞ്ഞ വരാൽ പിടിച്ചാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മളെ ചെക്കന്മാരും കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. 4-5 ആൾക്കാരുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ നമ്മുടെ കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വിലക്കുറവിൽ ഹാൻഡ് മെയ്ഡ് ഫ്രോഗുകൾ നല്ല ഹെവി ക്വാളിറ്റിയിൽ വെറും 270 രൂപ മുതൽ പുതിയ ബ്രാൻഡ് ലോഞ്ച് ആവാൻ പോവാണ്. ലാർക്ക് ഫിഷിംഗ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആംഗ്ലൈസിന് ഏറ്റവും ഗുണമാവും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ചെറിയ വിലക്ക് നല്ല ഫ്രോഗ്. ചെറിയ വരാൽ പിടിക്കാനും 10-20ഓളം മോഡലുണ്ട്. അപ്പം ഇന്ന് ഞാനും നമ്മുടെ ചെക്കന്മാർ ഫുള്ളുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കളറുകൾ ഓരോരുത്തരാണ്ട് എടുത്ത് പോയിക്കോളി. ഓരോരുത്തരായിട്ടാണ്ട് പോട്ടെ. മൊത്തത്തിൽ ഇന്ന് ഇതുകൊണ്ട് മീൻ പിടിച്ചതാണ്. ഇത് സംഭവം ഇവിടെയൊക്കെ വെള്ളം കുറച്ച് ഒതുങ്ങിയാണ്. എന്നാലും നമ്മളിതിലൊക്കെ മീൻ പിടിച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാനുണ്ട് ഇത്ത സാധനം ഞാനുണ്ടോ ചെയ്യാ ഇതൊക്കെ കേട്ടോ. ഈ സാധനം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇതിനൊന്നും കൂടി ചെറുതാക്കിയെന്നുണ്ടെങ്കിൽ വേറെ വൈബോ ഇതൊക്കെയോ ഡിസൈൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇതുകൊണ്ട് നമുക്ക് സാധനം കിട്ടുമെന്ന് നോക്കല്ലേ. ഇതെന്താ വെച്ചൊക്കെ ആണെങ്കിൽ നീണ്ട അവിടുന്ന് ഒരുപാട് സ്ഥലമുണ്ട്. ഓരോരുത്തരും ഓരോരോ പാർട്ടിക്കാണ്ട് വിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ പതിവ് ഇങ്ങനെ അത് എറിഞ്ഞ് തുടങ്ങാം കേട്ടോ. ഇതൊക്കെ പാടാണ്. നല്ല കാസ്റ്റിയും കിട്ടുന്നുണ്ട്. കമാലാ ബാ സൈസ് ഷാർക്കിൽ നമ്മുടെ ജലീൽക്കൊക്കെ ഇവിടെ അതിൻ്റെ ഇടയിൽ ഒന്നിനെ പിടിച്ചു കേട്ടോ. എല്ലാവരും ഓരോരോ മൂലക്കിൽ നിന്നാണ്ട് എറിയണായിരുന്നില്ലേ. നമ്മുടെ ഫ്രോഗുമലാണ് കേട്ടോ. ലാർക്കിൻ്റെ ഫ്രോഗുമലാണ്. ഇപ്പൊ ചെറിയ ചെറിയ വിലക്ക് നല്ല വരാല് പിടിച്ചായിരുന്നില്ല. ഇനി ആയിരിക്കും 900 മാത്രം വരുന്ന 950 അതിമ നേരിട്ട് തൂക്കാൻ പറ്റും. നമുക്ക് ബിഗിനേഴ്സിന് പറ്റിയൊരു റോഡാണ് കേട്ടോ സംഭവം. 900 റുപ്യക്ക് അഡ്വഞ്ചർ എന്നിട്ട് പറഞ്ഞാണ്ട് വരുന്നതാണ്. ആ ചെറുതാ. ഇതൊക്കെയാണ് ഫസ്റ്റ് മോഡൽ. ചിന്ന സാധനമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുഞ്ഞൻ ഫ്രോഗിൽ കുഞ്ഞൻ വരാലുകൾ വരെ നമുക്ക് അടിച്ച് കയറ്റാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് വെറൈറ്റി ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പോകാം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ഫ്രോഗ് കേട്ടോ, അടുത്ത മീൻ. ശരി എന്നാൽ ഒരുത്തന്നെ ഇവിടെ പിടിച്ചു തന്നെ കേട്ടോ. ഏതൊക്കെ ആടെ മാല ഉണ്ടടാ. ആ ഇതേ കൂടെ വിട്ടി വെച്ചാൽ ആണ്ട് പോയത്. വാ സൂപ്പർ വരാല്. ഒരു ചോറ് പിടിച്ച മരുത്തതാണല്ലേ. നമ്മളെ ലാർക്ക് ഫിഷിംഗ് ആണ്. നെക്സ്റ്റ് പോവാണ്. ചെറിയ ചാലുകളും ഇതൊക്കെ ഓരോന്നായിട്ട് നമ്മുടെ ചാലുകളും ഇതൊക്കെ തീർന്നുകൊണ്ടിരിക്കാറുന്നില്ല. പക്ഷേ ഈ ചെറിയ പറമ്പത്തും പാടത്തൊക്കെ ഇറങ്ങിയാൽ ഇങ്ങനെ കാസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രത്യേക വഴി തന്നെയാണ്. നമുക്ക് അടുത്തൊരു ഏരിയ ഓരോരുത്തരും ഓരോ മുലക്കൊന്നും ഇങ്ങനെ അടിച്ചു തുടങ്ങി. ഇവിടെ ലോക്കാണ്. അടിപൊളി സാധനല്ലേ. അടുത്ത് ഉക്കപ്പ്. ഓ അടിപൊളി ഉക്കപ്പാണല്ലോ. വൈറ്റ് മരാട്ടാ. ഒന്നും കാച്ചി സാധനം.
വൈറ്റുമലാണ് കേട്ടോ നമുക്ക് അടിയിട്ടണേ. ഇവിടെ പാർക്കിങ്ങിൽ ഒരാൾക്ക് ഇപ്പോൾ കയറി അവിടെ അതിൻ്റെ ഇടയിൽ വേറെ ഒന്നുണ്ട്. അടുത്ത ആയിക്കോട്ടെങ്കിലും ഇങ്ങോട്ട് വരികയാക്കി. ഇതൊക്കെ കാടും പൊന്തിയൊന്ന് അറിഞ്ഞെടുക്കാൻ വെച്ച് പാമ്പൊന്നും ഇല്ലേക്കും. ആ എല്ലോമല്ലേ അല്ലേ? അടിപൊളി നല്ല സെറ്റ് സാധനം നോക്കിയാണെങ്കിൽ ഹുക്കപ്പ് പ്രാവശ്യം നോക്കിയാണെങ്കിൽ അത്ര സോഫ്റ്റ് മെറ്റീരിയലാട്ടോ. സെറ്റ് 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 അപ്പോൾ വണ്ടിയില്ലേ ഞാൻ പോവാ. ഇത് പിടിച്ചാണ്ട് പോര്. ഏൽപ്പിച്ച് ചൂണ്ടെടുക്കാൻ മറന്നു വന്നതാ, കുടുങ്ങിയതാന്ന്. ഇത് വേണ്ട, അത് മതി. ആ വണ്ടി നോക്കണ്ട, ആരെങ്കിലും എടുത്തു പോകും. ആ കയറിയെടുത്ത് നാട്ടിട്ട് ആദ്യമേ പിടിച്ച പുതിയാറിനൊക്കെയാണ് വല്ലാതെ അതെങ്ങനെ വെച്ചാൽ ലാർക്ക് ഫിഷിങ്ങിൻ്റെ അടുത്ത മോഡലിലാണ് കേട്ടോ. നമുക്ക് മീൻ അടിച്ചത് ഓർമ്മയുള്ളൂ, അതിനങ്ങോട്ട് വലിച്ചിട്ടൊക്കെയാണ് പറഞ്ഞില്ലേ. അപ്പോൾ ഏതായാലും അടുത്ത ആരെങ്കിലൊക്കെ ഇട്ടോ നോക്കാമല്ലോ. അവിടെ ചെക്കന്മാരൊക്കെ നടക്കണം അക്കരയിലൊക്കെ ആയിട്ട് എല്ലാവരും അഞ്ചം പറഞ്ഞ് പിടുത്തം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ എത്തിക്കണം ബഷീറിന് അവിടെ അക്കരയിലൊന്ന് അടിച്ചിട്ടുണ്ട്. ബഷീറാ അതിനൊന്ന് പൊക്കിയാ 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 കാണട്ടെ. ഇതുണ്ടോ മെയിനായിട്ട് ഈ ബ്രാൽ തന്നെയാണോ അതിലുള്ളത്? എല്ലാതും ഉണ്ടല്ലേ. അത് മുണുങ്ങി പോയ കുട്ടിയെ ആ വലിയ ഫ്രോഗ് മല അല്ലേ? ഇങ്ങോട്ട് ഇട്ടോ, ഒന്നായിട്ട് ഇങ്ങോട്ട് ഇട്ടോ. അങ്ങനെ തന്നെ കണ്ടിട്ടാളാ. അല്ല ബെയിൽ ഓപ്പൺ ആക്കിയാണ്ട് കണ്ടിട്ടാ മതി. അവിടേക്ക് അവിടെ വലിച്ചേറ്റ് കേട്ടോ. വെയിൽ ഓപ്പൺ ആക്കിയിട്ട് എത്തങ്ങട്ടോ തങ്ങി. ഇപ്പം തന്നെ പണിയായി. സെറ്റ് അതിന് കൊല്ലണ്ടെന്ന് പറഞ്ഞേ. ഇതാണ് കേട്ടോ. ഉള്ളിൽ കുറച്ച് വലിയ ഫ്രോഗാണ്, പക്ഷെ നമുക്കിന്ന് കിട്ടിയ വരാലുകളൊക്കെ കുറച്ച് അത്യാവശ്യം സൈസുള്ള വരാലുകളാണ് കേട്ടോ. അപ്പോൾ ഏതായാലും അടുത്ത മോഡൽ നോക്കാം. ഇത് കൂടെ പോലെ ഇത് കൂടെ ഇതൊരാൾ വയ്യാൻ വന്നാണ് കേട്ടോ. ഇവിടെ ഇറങ്ങിയപ്പോഴേ ഇവിടെ മീണ്ടെന്ന് പറഞ്ഞ് കരണ്ട് അതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ ഒക്കെ പോണേ. ആ ഇവിടേക്ക് കുറേ പാടുണ്ടല്ലേ. എന്താണ് എൻ്റെ പേര്? ഇങ്ങോട്ട് ഇരിച്ചാ എന്നെ സിനിമയിലെടുത്തിട്ടാ. ആ തോന മീൻ കിട്ടും അവിടെ? കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല. അടിപൊളി പ്ലേസാടാ ഇത്. ഞാൻ പണ്ടെത്തുവോ ഇവിടെ മറ്റേ കൈതക്കാരടിക്കാൻ വന്നാണ് സ്റ്റാർട്ട് പണി തുടങ്ങി. ഓക്കെ അടാ സൈസ് ഉണ്ടാ എൻ്റെ മോനെ ഫ്രോഗ് ഒന്നാം മൊത്തത്തിലുള്ളിൽ പോയല്ലേ. പഠിക്കണ്ടേ കൈ വെക്കാൻ എടുക്കാൻ ഇതെടുത്തില്ല അതിന് ഇപ്പറില്ല. അല്ല ഏതാ ഫ്രോഗ് ഉണ്ടടാ കറക്റ്റ് തവളൻ്റെ അരി ഉണ്ടല്ലേ. ഏകദേശം ആ കളറും പെയിൻറ്റിങ്ങും ഒക്കെ ലെവലായിന്. നമ്മളെ ഏരിയകളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവരും വേറെ വൈബ് പ്ലേസാണ് കേട്ടോ. ഈ മീനൊക്കെ തന്നെ പിരാന്താവും. ഫ്രോഗ് ആയിക്കൂടി ഇത് കൂടിയൊക്കെ പോണേന്ന് വൈബ് ഫിഷിങ് കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങിയേക്കാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ഏരിയകളാണ്. ചെറിയ ചെറിയ കുഴികളും പടങ്ങളൊക്കെ. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ വിയറ്റ്നാമും നാടനുണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് കൂടുതൽ നാടൻ തന്നെ കേട്ടോ അടിക്കുന്നത്. അപ്പോൾ ഏതായാലും അടുത്ത മോഡൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ചുണ്ടലിയും കൊണ്ടാട്ടോ ഞാൻ ഇറങ്ങിയത്. ഇതാക്കലുണ്ടല്ലേ ഓരോരുത്തരുടെ കയ്യിലും ഓരോരോ മോഡലാണ് കേട്ടോ. എൻ്റെ മോനെ സൈസ് ഒരാൾ ഏതാ ഇത് വരാൻ. നമുക്ക് ഈ രണ്ട് സാധനം എപ്പോഴും എന്താണ് നമ്മുടെ പ്ലെയറും അതുപോലെ തന്നെ ഗ്രിപ്പറും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും സിമ്പിളായിട്ട് പരിപാടി ഇതാണ് കേട്ടോ മുതൽ അടിപൊളി. അപ്പോൾ പിന്നെയും വരാൽ ജാഗ്രതയാണ്. അത് ശരി ഓ വേണ്ട.
രാഗി കൊല്ലും വേണം രണ്ടെണ്ണം പിടിച്ചാണ്ട് വീഡിയോ ഇട്ടാ പാക്കണം. ഇത് പോയി അവിടെ ഒന്നടിച്ചേ. എന്താ കുടുങ്ങിയോ? ഇടയ്ക്ക് പതിയെ 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 പതിയെ. രക്ഷയില്ല. വരാലാണെന്നുണ്ടെങ്കിൽ കിട്ടുക്കാച്ച് വരാലാളാട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത മോഡല് മീനോ? മീൻ ബ്രാല്. എൻ്റെ അച്ഛനോടാ? ഒന്നേ ഉള്ളൂ. ഒരു മീൻ ഇവിടുത്തെ തൊടിയിൽ നിന്ന് പിടിച്ചപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ രണ്ടാലൊരു നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വാട്സപ്പിൽ. അപ്പോൾ ചങ്ങാരം അവിടെ വേട്ട കഴിയുമ്പോൾ ചെക്കന്മാരൊക്കെ ഇപ്പോൾ അവിടെ അപ്പുറത്ത് കയറലാണ് കേട്ടോ. സംഗതി കുറച്ച് ഇരുട്ടിയിട്ടുണ്ട്. 10-15ഓളം ബ്രാലുകൾ, 12 വരാലിപ്പോൾ നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ലാർക്ക് ഫിഷിങ് ഇത് കണ്ടങ്ങൾ സാധനം ഒരു രക്ഷയില്ല. നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഫ്രോക്കുകൾ പൊതുവേ ഇത് നല്ല ഏത് ബ്രാൻഡുകളാണെന്നുണ്ടെങ്കിലും ഒന്നാമത് ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും പെട്ടെന്ന് തന്നെ ഹുക്കപ്പ് ആവും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും 10-50 വരാൽ പിടിച്ചാലും എന്താവില്ല, ഡാമേജ് ആവില്ല. ഹാൻഡ് മെയ്ഡ് ഫ്രോക്കുകളെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ആംഗ്ലേഴ്സിന് ചെറിയ വിലക്ക് എന്താവും നല്ല ഫ്രോക്ക് കിട്ടും. ഇപ്പോൾ ഇതൊക്കെ നോക്കിയാൽ ചെറുതും വലുതും എല്ലാ സാധനവും എല്ലാ ഫ്രോക്കുമ്പോഴും അടിച്ചത്. എന്താ വെച്ചാൽ ഏത് അടിച്ചൊക്കെയാണെന്നുണ്ടെങ്കിലും ഇത് ഇങ്ങോട്ട് പതിയെ അങ്ങനെയാണ് അമ്പി കൊടുക്കണോണ്ട്. ഇതൊക്കെ ഉണ്ടോ നിങ്ങൾ സാധനമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഹോൾസെയിലായിട്ടാണെന്നുണ്ടെങ്കിലും റീറ്റെയിലായിട്ടാണെന്നുണ്ടെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ രണ്ടാലൊരു നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ.